സംസ്ഥാനത്ത് കാട്ടാനാക്രമണത്തിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നു. തൃശൂർ മയിലാടുംപാറ സ്വദേശി ഷിജു ആണ് മരിച്ചത്. പീച്ചി മയിലാടുംപാറ വനമേഖലയിലാണ് കാട്ടാനാക്രമണം ഉണ്ടായത്. തുടരുന്ന മൃഗക്കലിയുടെ വാർത്തയാണ് ഇപ്പോൾ തൃശൂരിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. സംസ്ഥാനത്ത് കാട്ടാനാക്രമണത്തിൽ ഒരു ജീവൻ കൂടി പൊലിയുന്നു. തൃശൂർ മയിലാടുംപാറ സ്വദേശി ഷിജു ആണ് മരിച്ചത്. നമ്മൾ അടിക്കടി ഇതേ വാർത്തകൾ കേട്ടതൊരു പുതുവാർത്തയല്ലാതായി മാറുന്ന വല്ലാത്തൊരവസ്ഥയിലൂടെ നാട് കടന്നു പോകുമ്പോൾ വീണ്ടും സമാനമായ ഒരു കാട്ടാനക്കലിയുടെ വാർത്ത. ഒരു മനുഷ്യജീവൻ കൂടി പൊലിയുന്നു. അല്പസമയം മുമ്പാണ് ഈ സംഭവം ഉണ്ടായതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പീച്ചി മയിലാടുംപാറ വനമേഖലയിലാണ് കാട്ടാനാക്രമണം ഉണ്ടായത്. സമീപത്ത് ജനവാസ മേഖലയാണെന്ന് കരുതുന്നു. എപ്പോൾ എങ്ങനെ എന്ത് സംഭവിച്ചു നടക്കുമുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും അങ്ങേയറ്റം ദാരുണമായ ഒരു മരണത്തിന്റെ, ദാരുണമായ ഒരു അപകടത്തിന്റെ നമ്മൾ ഇനി ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കല്ലേ എന്ന് ആഗ്രഹിക്കുന്ന ഒരു വാർത്തയുടെ വിശദാംശങ്ങളാണ് തൃശ്ശൂരിൽ നിന്ന് വരുന്നത്. തൃശ്ശൂർ മയിലാടുംപാറ സ്വദേശി ഷിജു ആണ് ദാരുണമായി ഇപ്പോൾ മരിച്ചിരിക്കുന്നു, കൊല്ലപ്പെട്ടിരിക്കുന്നു. പീച്ചി മയിലാടുംപാറ വനമേഖലയാണ് കാട്ടാനാക്രമണം ഉണ്ടായത്. പ്രദേശത്തെ സമാനമായ പ്രശ്നം ഉണ്ടായതടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. സൂരജ് സജി വിവരങ്ങളുമായി ചെയ്തു. സൂരജ് പറയൂ. സുഹൈൽ, ഇന്ന് വൈകുന്നേരം 5:30യോടുകൂടി ആട് മേയ്ക്കാൻ പോയ യുവാവാണ് ഈ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഈ വനത്തിനോട് ചേർന്നുള്ള ഒരു മേഖലയാണ് ഈ പ്രദേശം എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെ മയിലാടുംപാറയിലുള്ള വനമേഖലയിലെത്തി ഈ ആടിനെ തീറ്റുന്നതിനിടയിലാണ് ഈ കാട്ടാന യുവാവിനരികിലേക്ക് എത്തുന്നത്, പിന്നീട് ആക്രമിക്കുന്നത്. പക്ഷെ ഇപ്പോഴും ഈ യുവാവിന്റെ മൃതദേഹം ഈ കാടിനുള്ളിൽ തന്നെയാണുള്ളത്. ഈ വൈകിയും യുവാവിനെ കാണാത്തതിനെ തുടർന്ന് നാട്ടുകാരാണ് ഇവിടെ എത്തി തെരച്ചിൽ നടത്തുന്ന ആ സമയത്താണ് യുവാവിന്റെ മൃതദേഹം കണ്ടെത്തുന്നത്. ഈ കാട്ടാന ആക്രമിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. ഇപ്പോൾ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ, അതോടൊപ്പം തന്നെ ആംബുലൻസ് പ്രവർത്തകരടക്കമുള്ളവർ ഈ മേഖലയിലേക്ക് എത്തി ഈ മൃതദേഹം അവിടെ നിന്ന് കാടിന് പുറത്തേക്ക് എത്തിക്കാനുള്ള നടപടി സ്വീകരിച്ചു വരികയാണ്. മൃതദേഹം കാടിന് പുറത്തേക്ക് എത്തിച്ചാൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്യും. നേരത്തെയും ഈ പീച്ചിയുടെ വിവിധ മേഖലകളിൽ ഈ കാട്ടാനാക്രമണമൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ നാട്ടുകാരുമായി സംസാരിക്കുമ്പോൾ ഇവരൊക്കെ ഈ വനമേഖലയോട് ചേർന്ന പ്രദേശത്ത് ഈ ആടിനെ തീറ്റുന്നതൊക്കെ പതിവാണ് എന്നുള്ളതാണ് അവർ പറയുന്നത്. അങ്ങനെയാണ് ഇന്ന് വൈകുന്നേരം ഈ യുവാവും ഈ മേഖലയിലേക്ക് എത്തി ഈ ആടിനെ തീറ്റുന്നതിന് വേണ്ടി പോകുന്ന. പക്ഷേ ആ സമയത്താണ് അപ്രതീക്ഷിതമായി കാട്ടാനാക്രമണം ഉണ്ടാകുന്നത്. അങ്ങനെ മയിലാടുംപാറ സ്വദേശിയായിട്ടുള്ള ഷിജു ആണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. പക്ഷെ മൃതദേഹം ഇപ്പോഴും വനത്തിന് പുറത്തേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ രാത്രി വൈകിയുള്ള ഒരു സമയത്താണ് ഈ മൃതദേഹം പുറത്തെത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ദൗത്യം അത് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്നത്. പക്ഷെ അത് ദുഷ്കരമാണ് എന്ന് വനംവകുപ്പും പറയുന്നുണ്ട്. കാരണം ഏതെങ്കിലും തരത്തിലുള്ള വന്യജീവികൾ വഴിയിൽ ഉണ്ടാകുമോ എന്ന സംബന്ധിച്ചൊക്കെ ഉള്ള സംശയങ്ങളും ആശങ്കയുമുണ്ട്. പക്ഷെ അതെല്ലാം മറികടന്നുകൊണ്ട് മൃതദേഹം പുറത്തെത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ദൗത്യമാണ് വനംവകുപ്പിന്റെ നേതൃത്വത്തിലും അതോടൊപ്പം തന്നെ ഇപ്പൊ നാട്ടുകാരും എല്ലാവരും ചേർന്നുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒടുവിലത്തെ വിവരപ്രകാരം ഇവിടെ നിന്ന് പുറപ്പെട്ട സംഘം ഈ മൃതദേഹമുള്ള മേഖലയിൽ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് മൃതദേഹം പുറത്തേക്ക് എത്തിക്കും. അതിനുശേഷം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആടിനെ തീറ്റുന്നതിന് വേണ്ടിയാണ് ഷിജു ഈ മയിലാടുംപാറയിലെ വനമേഖലയിലേക്ക് എത്തിയത്. പക്ഷേ അതിനിടയിൽ കാട്ടാനാക്രമണം ഉണ്ടാകുകയും അവിടെ വെച്ച് ഷിജു കൊല്ലപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിച്ചിരിക്കുന്ന സുഹൈൽ. എന്തായാലും അത്യന്തം സങ്കടകരമായ വാർത്തയാണ്. ഒരു സാധാരണക്കാരനാണ് ഷിജു. ദൈനംദിന പ്രവൃത്തി എന്ന മട്ടിൽ ഈ ആട് മേഖലടക്കമുള്ള ജോലികളുമായി മുന്നോട്ട് പോകുന്ന, ഉപജീവനം നടത്തുന്ന ഒരു പാവമാണ്. പതിവ് പോലെ ആ പ്രദേശത്തുള്ളവരൊക്കെ ഈ വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവരാണ്. ഒരു വലിയ ദൂരത്തിലില്ലെങ്കിലും വനത്തോട് ചേർന്നൊക്കെ ഇത്തരത്തിൽ ആടുമേയ്ക്കുന്ന അടക്കമുള്ള ജോലികൾ ചെയ്തു വരുന്നതാണ്. എങ്ങനെ ആടുമേയ്ക്കാനായി പോയതാണ്. വൈകിട്ടായിട്ടും ഷിജുവിന്റെ വിവരം ഇല്ലാത്തതുകൊണ്ട്, ഷിജുവിനെ കാണാത്തതുകൊണ്ട് നാട്ടുകാർ തിരക്കിയപ്പോഴാണ് ഇത്തരത്തിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട നിലയിൽ ഷിജുവെ കണ്ടെത്തിയത്. സൂരജ്, ഈ പറയുന്ന വനമേഖല ഈ പ്രദേശത്തോട് വളരെ ചേർന്ന് കിടക്കുന്നതാണോ? ഈ പ്രദേശത്ത് ഇത്തരത്തിൽ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറക്കുന്ന അടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുള്ള ഇടമാണോ? സുഹൈൽ, കുറച്ച് കാലങ്ങളായി തന്നെ ഈ മേഖലയിൽ ഈ ആനയുടെ കാട്ടാനാക്രമണം അടക്കമുള്ള സംഭവങ്ങൾ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ പീച്ചി ഉൾപ്പെടുന്ന മേഖല. പ്രത്യേകിച്ച് ഈ കുതിരാൻ തുരങ്കമൊക്കെ വന്നതിന് ശേഷം ഈ ആനയുടെ സഞ്ചാരപാതയിലടക്കം വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇതോടുകൂടി വനംവകുപ്പിന് പോലും ഈ ആനയുടെ സഞ്ചാരപാത സംബന്ധിച്ച് കൃത്യമായ നിർണയം നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യം പോലും നിലനിൽക്കുന്നുണ്ട്. കുതിരാനടക്കം തുടർച്ചയായി ഈ കാട്ടാനാക്രമണം ഉണ്ടാകുന്ന വാർത്തകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അന്ന് തന്നെ വനംവകുപ്പ് പറഞ്ഞിരുന്നു, പ്രത്യേകിച്ച് ഈ പീച്ചി മേഖലയിലേക്ക് ആനയെ കയറ്റിവിടുന്നതിന് വേണ്ടിയുള്ള ഒരു ദൗത്യം അടക്കം തങ്ങൾ ആരംഭിക്കും എന്ന് പറഞ്ഞതാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഈ പീച്ചിയിൽ തന്നെ ഒരു തേൻ ശേഖരിക്കുന്നതിന് വേണ്ടി പോയ ആളെ കാട്ടാന ആക്രമിക്കുകയും ഈ കാട്ടാന ആക്രമണത്തിൽ അയാൾ കൊല ചെയ്യപ്പെടുകയും ചെയ്തത്.
അതിന് പിന്നാലെയാണ് ഇപ്പോൾ സമാനമായ സംഭവം മയിലാടുംപാറയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇവരെ സംബന്ധിച്ച് ഇവർ പറയുന്നത് ആന ഇറങ്ങുന്ന ഒരു മേഖലയല്ല, തുടർച്ചയായി ആന ഇറങ്ങുന്ന ഒരു മേഖലയല്ല ഇതെന്നാണ്. അങ്ങനെയാണ് വൈകുന്നേരത്തോടു കൂടി ഒരു 5:30 കൂടിയാണ് ഷിജു ഈ ആടിനെ തീറ്റുന്നതിന് വേണ്ടി ഇവിടെ എത്തിയത്. ഇപ്പോൾ ഈ ആക്രമണം നടന്ന മേഖലയിൽ എത്തിയതെന്നുള്ളതാണ് പറയുന്നത്. അവിടെ നിന്ന് മടങ്ങാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഷിജുവിന് നേരെ കാട്ടാനാക്രമണം ഉണ്ടായത്. പിന്നീട് ഒരു വിവരവുമില്ലാതെ ഇരുന്നതിനെ തുടർന്ന് നാട്ടുകാർ അന്വേഷിച്ചപ്പോഴാണ് ഈ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും മൃതദേഹം വനത്തിൽ നിന്ന് ഈ പുറത്തേക്ക് എത്തിക്കുന്നതിനുള്ള നടപടിയാണ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. സുഹൈൽ, വനത്തിനോടൊക്കെ ചേർന്ന് ജീവിതം കെട്ടിപ്പടുക്കുന്ന മനുഷ്യരാണ്, അത്തരത്തിലൊരാളാണ് ഷിജു. അങ്ങനെ ആടിനെ മേയ്ക്കാനായി പോയപ്പോഴാണ് ഈ ദാരുണ സംഭവം ഉണ്ടായത്. മൃതദേഹം ഇപ്പോഴും വനത്തിനുള്ളിലാണ്. അത് ഈ സമയത്ത് രാത്രി 10:30 കഴിഞ്ഞിരിക്കുന്നു. ഈ സമയത്തൊക്കെ പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളത് ദുഷ്കരമായ ഒരു പ്രവൃത്തിയാണ്. പക്ഷേ ഏതെങ്കിലും വഴി മൃതദേഹം പുറത്തെത്തിക്കാനുള്ള നീക്കത്തിലാണ്, അതിനുള്ള ശ്രമത്തിലാണ് നാട്ടുകാരും വനം വകുപ്പും ഉള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.